അതിന് മേളിൽ ചെലന്തിവല ഇവിടെ സീലാർക്ക് എന്താണ് പണി? അതിന് മേളിൽ ഒരു കമ്പിന്റെ അടുത്ത് ഒരു ശൂല് കിട്ടി ആ ചെലന്തിവല അടിച്ചു കളഞ്ഞൂടെ? ഞാൻ പറഞ്ഞോ ഇനി അടിക്കാൻ? ഞാൻ മഴ ഒന്ന് അടിച്ചു കളിച്ചാൽ കാരണം ഇന്നാ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക. അല്ലാത്ത സീലാറെല്ലാം നാളെ രാവിലെ പറഞ്ഞോട്ടെ. എന്നെ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കേട്ടില്ലെങ്കിൽ കേൾക്കുന്നവർ പറഞ്ഞു കൊടുക്കുക. നിങ്ങളെ പരിശീലിപ്പിച്ചു. ഈ പരിശീലിപ്പിച്ചിട്ടും ഞാൻ നന്നാവില്ല എന്നുള്ള ഒരാളെയും സർവീസിൽ വെച്ചിരിക്കും. മാറ്റി വേറെ ആളെ വയ്ക്കും. ഞാൻ തീർത്ത് പറയാണ്, ഈ ബിൽഡിങ്ങിന് മുകളിലും താഴെയുമായിരിക്കുന്ന മുഴുവൻ KSRTC സെക്യൂരിറ്റിക്കാരും ഗതാഗത വകുപ്പിന്റെ സ്റ്റാഫാണ്. പാവപ്പെട്ട സാധാരണക്കാരോടും മര്യാദയ്ക്ക് പെരുമാറും. വളരെ പൊളൈറ്റ് ആയിട്ട് നിങ്ങൾ കമാൻഡർമാരോടും മേജർമാരോടും എങ്ങനെ പെരുമാറിയിരുന്നു അതുപോലെ മര്യാദയോടെയും സ്നേഹത്തോടെയും മാന്യമായിട്ടും പെരുമാറണം. ആളുകളെ ഹരാസ് ചെയ്യാൻ പാടില്ല. 38 ലക്ഷം രൂപയ്ക്ക് പണിയാം എന്ന് പറഞ്ഞ വണ്ടി വാഷ് ചെയ്യുന്ന കെട്ടിടം വെറും 8.5 ലക്ഷം രൂപയ്ക്കാണ്. എല്ലാ ബസ്സുകളിലും ഇനി വേസ്റ്റ് ബോക്സ് വരാം. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 ബോക്സ് വരും. എല്ലാ ബസ്സുകളിലും നമ്മൾ മുട്ടായി, ബിസ്ക്കറ്റ്, വെള്ളം ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പോകും. നമസ്കാരം. ഫാസ്റ്റ് പാസഞ്ചർ മുതൽ AC സ്ലീപ്പർ ബസ്സുകൾ ഉൾപ്പെടെ ദിവസേന 100 കണക്കിന് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മിന്നൽ പരിശോധന നടത്തി. എന്റെ പ്രകൃതി വാട്സ്ആപ്പ് കൂട്ടായ്മയുമായി ചേർന്ന് ബസ് ടെർമിനലിൽ നടപ്പാക്കുന്ന ഗാർഡൻ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു KSRTC ഡിപ്പോയിലെ മറ്റിടങ്ങളിലും ഗണേഷ് കുമാർ അപ്രതീക്ഷിതമായി പരിശോധന നടത്തിയത്. KSRTC MD പ്രമോദ് ശങ്കറും മറ്റുദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തും വെയിറ്റിംഗ് റൂം, ബസ് പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ പരിസരങ്ങളിലുമെല്ലാം തന്നെ മന്ത്രി പരിശോധന നടത്തി. എല്ലാ സ്ഥലങ്ങളും വൃത്തിയോടെ സൂക്ഷിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി കർശനമായ നിർദ്ദേശവും നൽകി. വൃത്തിയായി സൂക്ഷിച്ചില്ല എങ്കിൽ ആ വിഭാഗത്തിലെ ജീവനക്കാരെ ജോലിയിൽ തുടരാൻ അനുവദിക്കില്ല എന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. KSRTC ബസ്സുകൾ വൃത്തിയായി കഴുകണമെന്നും ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ബസ് കഴുകുന്നത് വന്ന് പരിശോധിക്കുമെന്നും വൃത്തിയായി കഴുകിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. കൂടാതെ ബസ് സ്റ്റേഷൻ കെട്ടിടം പ്രവർത്തിക്കുന്ന KTDFCയുടെ സെക്യൂരിറ്റി ജീവനക്കാർ പൊതുജനങ്ങളോട് മാന്യതയോടെ പെരുമാറണമെന്നും വീഴ്ചയുണ്ടായാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി മുന്നറിയിപ്പ് നൽകി. KSRTC ബസ് സ്റ്റാൻഡിലെ മാലിന്യം, ജീവനക്കാരുടെ പെരുമാറ്റം സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ മിന്നൽ പരിശോധന. അതിന് മേളിൽ ചെലന്തിവല ഇവിടെ സീലാർക്ക് എന്താണ് പണി? അതിന് മേളിൽ ഒരു കമ്പിന്റെ അടുത്ത് ഒരു ശൂല് കിട്ടി ആ ചെലന്തിവല അടിച്ചു കളഞ്ഞൂടെ? ഞാൻ പറഞ്ഞോ ഇനി അടിക്കാൻ? ഞാൻ മഴ ഒന്ന് അടിച്ചു കളിച്ചാൽ കാരണം ഇന്നാ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക. അല്ലാത്ത സീലാറെല്ലാം നാളെ രാവിലെ പറഞ്ഞോട്ടെ. എന്നെ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കേട്ടില്ലെങ്കിൽ കേൾക്കുന്നവർ പറഞ്ഞു കൊടുക്കുക. നിങ്ങളെ പരിശീലിപ്പിച്ചു. ഈ പരിശീലിപ്പിച്ചിട്ടും ഞാൻ നന്നാവില്ല എന്നുള്ള ഒരാളെയും സർവീസിൽ വെച്ചിരിക്കും. മാറ്റി വേറെ ആളെ വയ്ക്കും. ഞാൻ തീർത്ത് പറയാണ്, ഈ ബിൽഡിങ്ങിന് മുകളിലും താഴെയുമായിരിക്കുന്ന മുഴുവൻ KSRTC സെക്യൂരിറ്റിക്കാരും ഗതാഗത വകുപ്പിന്റെ സ്റ്റാഫാണ്. പാവപ്പെട്ട സാധാരണക്കാരോടും മര്യാദയ്ക്ക് പെരുമാറും. വളരെ പൊളൈറ്റ് ആയിട്ട് നിങ്ങൾ കമാൻഡർമാരോടും മേജർമാരോടും എങ്ങനെ പെരുമാറിയിരുന്നു അതുപോലെ മര്യാദയോടെയും സ്നേഹത്തോടെയും മാന്യമായിട്ടും പെരുമാറണം. ആളുകളെ ഹരാസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 38 ലക്ഷം രൂപയ്ക്ക് പണിയാം എന്ന് പറഞ്ഞ വണ്ടി വാഷ് ചെയ്യുന്ന കെട്ടിടം വെറും 8.5 ലക്ഷം രൂപയ്ക്കാണ്. എല്ലാ ബസ്സുകളിലും ഇനി വേസ്റ്റ് ബോക്സ് വരാം. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 ബോക്സ് വരും. എല്ലാ ബസ്സുകളിലും നമ്മൾ മുട്ടായി, ബിസ്ക്കറ്റ്, വെള്ളം ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പോയത്. അങ്ങനെ വെക്കാൻ പാടില്ല. പാലക്കാട് ഓഫീസ് മുഴുവൻ AC ആണ്. അവിടെ എല്ലാം കൂടി 16 വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി ചാർജ് കൊടുത്ത് മുടിഞ്ഞും പോകും. ഈ സാധനം അടിച്ചങ്ങ് പോവുകയും ചെയ്യും. ഇതൊരു ചെറിയ പ്രോഗ്രാമാണ്. അതിനെന്തിനാണ് മന്ത്രി വരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പലപ്പോഴും കഴിഞ്ഞ 1 വർഷമായി KSRTCയുടെ മന്ത്രി എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട്. ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ പറയും ലൈറ്റ് അണയ്ക്കൂ എന്ന് പറയും. ഇവിടെ വന്നപ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറി നോക്കി. കഴിഞ്ഞ ഒരാഴ്ചയായി ശ്രീമതി വിജയശ്രീ ഇവിടെ വന്നപ്പോൾ എന്നെ പറഞ്ഞു ഇതിന്റെ AC ചീത്തയായി കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ കയറി നോക്കുമ്പോൾ AC ഓടുന്ന നിസ്സാരമായ കാര്യമാണ്. അതിലൊരു മന്ത്രി ഇടപെടേണ്ട കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഇടപെട്ടില്ലെങ്കിൽ കുഴപ്പമാണ്. ഇതിന്റെ AC പോയി യാത്രക്കാർക്ക് ഏറ്റവും നല്ല സൗകര്യം ഇന്ന് KSRTC ബസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങളിലൊന്നാണ് ഈ വിവോ തന്നിട്ടുള്ള AC റൂം എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡിപ്പോയിലെ മുഴുവൻ വൈദ്യുതി ചാർജും വേണമെങ്കിൽ ഇതിന്റെ വരുമാനം കൊണ്ട് അടയ്ക്കാൻ പറ്റും. ഞാൻ ഈ രണ്ടിനെയും കൂടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ എന്തുകൊണ്ട് AC പോയി എന്ന് നോക്കിയപ്പോൾ ഞാനിപ്പോൾ കാണുമ്പോൾ AC 16 ഡിഗ്രിയിലാണ് ഓടുന്നത്. 16 ഡിഗ്രിയുള്ള AC ഇട്ട് വെച്ചാൽ ഈ 16 ഡിഗ്രി എത്താൻ വേണ്ടി AC ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും കംപ്രസർ ഓഫ് ആവില്ല. കംപ്രസർ ഓഫാകെ ഓടിക്കൊണ്ടിരുന്നാൽ ഒരുപാട് വൈദ്യുതി എടുക്കും. 24 മണിക്കൂറും വൈദ്യുതി എടുക്കും. പക്ഷെ കംപ്രസർ ഓഫാകുമ്പോൾ വൈദ്യുതി എടുക്കില്ല. കംപ്രസർ ഓഫാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മുടെ ഹോട്ടലിൽ ചെന്നാലും വീട്ടിൽ ചെന്നാലും
വൈദ്യുതി ബോർഡും പറയുന്നുണ്ട് 24 മുകളിൽ താഴേക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പാടില്ല. 24 ഡിഗ്രിയാണ് നമുക്ക്. വൈദ്യുതി ബോർഡ് പറയുന്നത് 26 ഡിഗ്രി എന്നാണ്. അത് വേണ്ട, 25, 24 വയ്ക്കണം. അപ്പൊ AC-യുടെ തണുപ്പും കിട്ടും. AC ആവശ്യമുള്ളപ്പോൾ കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയ വൈദ്യുതി ലാഭിക്കാം. കട്ട് ഓഫ് ആകാതെ ഓടിക്കൊണ്ടിരുന്നാൽ 24 മണിക്കൂർ ഓടുന്ന AC-യുടെ കംപ്രസർ അടിച്ചോളും. ഇവിടെ സംഭവിച്ചതാണ്. ഇപ്പൊ തന്നെ ഞാൻ ATO പറഞ്ഞ് ഉടൻ റിമോട്ട് എടുത്തുകൊണ്ട് വന്ന്. ഇത് ഇവിടെ മാത്രമല്ല, KSRTC ജീവനക്കാർക്ക് വേണ്ടിയിട്ട് റെസ്റ്റ് റൂം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കിടക്കാൻ വേണ്ടി. കരുനാഗപ്പള്ളിയിൽ, പാലക്കാട്ട് AC റൂമാണ് ഇതെല്ലാം. അവിടെ എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പൊ തന്നെ നിർദ്ദേശം കൊടുക്കാൻ ഷാജിയോട് പറഞ്ഞു. കാരണം അങ്ങനെ വെക്കാൻ പാടില്ല. പാലക്കാട് ഓഫീസ് മുഴുവൻ AC-യാണ്. അവിടെ എല്ലാം കൂടി 16 വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി ചാർജ് കൊടുത്ത് മുടിഞ്ഞും പോകും. ഈ സാധനം അടിച്ചങ്ങ് പോവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. ഇത് കുറെ കാലം ഇരിക്കണ്ടേ, നമുക്ക് ഉപയോഗിക്കണ്ടേ? നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പൊ എല്ലായിടത്തും ഒരേപോലെ സെറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കും. ചെറിയ കാര്യം, ആ ചെറിയ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞു മന്ത്രിയായിട്ട് വൈദ്യുതി ചാർജ് കുറയ്ക്കും, ചിലവ് കുറയ്ക്കാൻ പറഞ്ഞു. ഞാൻ അതിന്റെ ചാർട്ട് ഇന്നും പരിശോധിച്ചു. പല സ്ഥലങ്ങളിൽ നന്നായിട്ട് വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ കാണും. ചിലയിടത്ത് കൂടി പോകുന്നു, കുറഞ്ഞു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് എല്ലാം ബസ് ഇപ്പം ഇതുപോലെ വെയിറ്റിംഗ് റൂമുകൾ നമ്മളിപ്പം പാലക്കാട് വരുന്നു, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ വരുന്നു, പത്തനംതിട്ടയിൽ വരാൻ പോകുന്നു, കൊട്ടാരക്കരയിൽ വെച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്നിപ്പോ നമ്മളെ പ്രകൃതി, എന്റെ പ്രകൃതി എന്ന സംഘടനയുമായി ചേർന്ന് നമ്മൾ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഇറാൻ ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്യുന്നത്. അവര് മറ്റു സ്ഥലങ്ങളിൽ എന്നോട് ഞാൻ റെജിയായിട്ട് സംസാരിച്ച റെജി പറഞ്ഞു മറ്റു സ്ഥലങ്ങളിലും KSRTC ബസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള പാർക്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള നിർദ്ദേശം അപ്പോൾ തന്നെ ഞാൻ CMD പറഞ്ഞു അതിനുള്ള അനുവാദം കൊടുക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം, ഈ ഒരു ഗാർഡനിങ് നന്നായി പോകണം. നന്നായി പോകണം എന്ത് ചെയ്യണം? ഇവിടുത്തെ CLR സ്റ്റാഫുകളോട് ഞാൻ പറയുകയാണ്, ഇതിന് വെള്ളം ഒഴിക്കാനും മറ്റു കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ദുഷ്ടനാണെന്ന് വിചാരിക്കരുത്. ചെറിയൊരു കാര്യമാണ്, പക്ഷെ വലിയ കാര്യമാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മാലിന്യമുക്ത കേരളം എന്ന പദ്ധതി, മാർച്ച് 31 വരെ നീണ്ടുനിൽക്കുന്ന ഈ പദ്ധതി കേരളത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് വലിയൊരു നീക്കമാണ് നടക്കുന്നത്. ആ നീക്കത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് KSRTC ജീവനക്കാരും KSRTCയും സഹകരിക്കുകയാണ്. കാരണം നമ്മളൊരു മോഡൽ എന്ന് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങുന്നു, തമിഴ്നാട്ടിൽ നിന്നാവട്ടെ കേരളത്തിന്റെ വടക്കൻ പ്രദേശത്താവട്ടെ ഒരാൾ വന്നിറങ്ങിയാൽ ഈ ബസ് സ്റ്റേഷനിൽ വരും. ഈ ബസ് സ്റ്റേഷന്റെ ദയനീയ സ്ഥിതി നമ്മളെ നാണം കെടുത്തും. വാരി വലിച്ച് വണ്ടി ഇടുക. ഇപ്പൊ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, 38 ലക്ഷം രൂപയ്ക്ക് പണിയാം എന്ന് പറഞ്ഞ വണ്ടി വാഷ് ചെയ്യുന്ന കെട്ടിടം വെറും 8.5 ലക്ഷം രൂപയ്ക്കാണ് പണിത്. ഇവിടുത്തെ ATO ആണ് പണിയിക്കുന്നത്. ATOയുടെ പലരും പറഞ്ഞു കൊടുക്കും ATO പണിതാൽ അയാളെ കഞ്ഞൂണി മുട്ടും. ഒന്നും മുട്ടില്ല. ഈ പണി തീർന്നതിന്റെ ഒരാഴ്ചക്കുള്ളിൽ ATO ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ കണക്ക് കൊടുക്കും. ആ കണക്ക് പരിശോധിച്ച് 1 വീക്കിനുള്ളിൽ സെറ്റിൽ ചെയ്ത് കൊടുക്കും. കണക്ക് പരിശോധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്ത് അവിടെ ഇത് അവസാനിപ്പിക്കും. 38 ലക്ഷം രൂപ പറഞ്ഞ സാധനം പണിയാൻ 38 ലക്ഷം രൂപ എസ്റ്റിമേറ്റ്. ഈ 2 ബസ് ഇട്ട് കഴിയുന്ന ഈ സാധനം പണിയാൻ 38 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു എസ്റ്റിമേറ്റ് CMDയുടെ കയ്യിലുണ്ട്. ഞാൻ കണ്ടതാണ്. അതാണ് നമ്മൾ 8 രൂപ. KSRTCയുടെ പണം നഷ്ടപ്പെടുത്താനുള്ള. ഇപ്പൊ അങ്ങോട്ട് നോക്കും, അവിടെ വർക്ക്ഷോപ്പിന് ഇപ്പുറത്ത് കംപ്ലീറ്റ് ചള്ളയും ചെളിയും. അവിടെ മൊത്തം മണ്ണടിച്ച് ലെവൽ ചെയ്ത് റോഡർ ഓടിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ്. എന്തെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വണ്ടി പാപ്പനംകുളം കൊണ്ട് പാർക്കാനാണ് പറഞ്ഞത്. എത്ര കിലോമീറ്റർ പോകണം, എത്ര ലിറ്റർ ഡീസൽ വേണം? കൊട്ടാരക്കരയിൽ നിന്നൊക്കെ വരുന്ന വണ്ടി രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടാൻ സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങ് വൃത്തിയാക്കിയ മാക്സിമം വണ്ടിയെ കൊണ്ട് കയറ്റിയിടാമല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നു. നമ്മളെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിസ്ഥിതി പ്രവർത്തനം അവരിവിടെ നടത്താൻ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ ഇത് KTDFCയിലെ ഘട്ടം. ജീവനക്കാരെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന ജീവനക്കാരോടാണ്, ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരോടാണ്, ഇവിടുത്തെ CLR ജീവനക്കാരോടാണ്. CLR ജീവനക്കാരെ പരിശീലിപ്പിക്കാൻ KSRTC ആദ്യമായി തയ്യാറായി. എങ്ങനെയാണ് ബസ് സ്റ്റേഷൻ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത്, ക്ലീൻ ആയിട്ട് എങ്ങനെ ഇടണം. ഇനിയിപ്പോ എല്ലാ സ്ഥലത്തും ഡസ്റ്റ്ബിൻ വെക്കാൻ പോവാണ്, വേസ്റ്റ് ബോക്സ് വെക്കാൻ പോവാണ്. അത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ വേസ്റ്റ് കൊണ്ട് കൊണ്ടാനുള്ള സ്ഥലമല്ല. ഇവിടെ വരുന്ന യാത്രക്കാരുടെ കയ്യിൽ വരുന്ന വേസ്റ്റ് വണ്ടികൾ വെക്കാൻ പോകുന്നത്. വീട്ടിലത്തെ പച്ചക്കറി അരിഞ്ഞ വേസ്റ്റുമായിട്ട് രാവിലെ ഇവിടെ വന്ന് ബസ്സിൽ കയറാൻ പറ്റുന്നതിന് മുമ്പേ ഇതിനകത്ത് ഇട്ടിട്ട് ബസ്സിൽ കയറി പോകാനല്ല, അതിനുള്ളതല്ല. ഇവിടെ വരുന്ന യാത്രക്കാരുടെ വേസ്റ്റുകൾ, കുപ്പികൾ എല്ലാം, വെള്ളം കുടിച്ച കുപ്പി എല്ലാം ഇടാൻ പറ്റും. എല്ലാ ബസ്സുകളിലും ഇനി വേസ്റ്റ് ബോക്സ് വരാം. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 ബോക്സ് വരും. എല്ലാ ബസ്സുകളിലും നമ്മൾ മുട്ടായി, ബിസ്ക്കറ്റ്, വെള്ളം ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പോകാൻ. അത് വരുന്നതോടെ യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു കുഞ്ഞിനൊരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരാൾ ഷുഗർ ഒന്ന് താഴ്ന്നു അയച്ചിരി മരുന്ന്, ഒരു മധുരം കഴിക്കണം, ഒരു ബിസ്ക്കറ്റ് ചെയ്യണം എന്ന് വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അത് വണ്ടികളിലെല്ലാം, ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഇല്ല, കേരളത്തിലെ എല്ലാ വണ്ടികളിലും മുന്നിലും പുറയിലും ഓരോ വേസ്റ്റ് ബിൻ വെക്കാൻ വേണം. റോഡിലേക്ക് വലിച്ചെറിയണം. നിങ്ങളുടെ കുപ്പിവെള്ളം കുടിച്ചാൽ അത് റോഡിലേക്ക് വലിച്ചെറിയണ്ട, അത് പാരിസ്ഥിതിക ദോഷം ഉണ്ടാക്കും. അത് നിങ്ങൾ ഇതിലിടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അത് ക്ലിയർ ചെയ്യും. ഓരോ ബസ് സ്റ്റേഷൻ എത്തുമ്പോൾ ക്ലിയർ ചെയ്യാൻ CLR ജീവനക്കാരോട് ആദ്യത്തെ അഭ്യർത്ഥന.
എന്നെ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. കേട്ടില്ലെങ്കിൽ കേൾക്കുന്നവർ പറഞ്ഞു കൊടുക്കുക. നിങ്ങളെ പരിശീലിപ്പിച്ചു. ഈ പരിശീലിപ്പിച്ചിട്ടും ഞാൻ നന്നാവില്ല എന്നുള്ള ഒരാളെയും സർവീസിൽ വെച്ചിരിക്കില്ല. മാറ്റി വേറെ ആളെ വയ്ക്കും. ആ മാറ്റി വേറെ വെക്കാനുള്ള നിർദ്ദേശം ഇന്നോ നാളെയോ നിങ്ങൾക്ക് കിട്ടും. അത് ജീവനക്കാര് CLR ജീവനക്കാർ മനസ്സിലാക്കുക. അപകടമാണ്. ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജോലി. അത് മാത്രമാണ്. ഇവിടെ ബസ് ഓടിക്കുന്നതുപോലെ കണ്ടക്ടർ വണ്ടി ഡ്രൈവർ വണ്ടി ഓടിച്ചോളും, സ്റ്റേഷൻ മാസ്റ്റർ വണ്ടി ഓപ്പറേറ്റ് ചെയ്തോളും, അവർക്കെല്ലാം മെക്കാനിക് അവർ പണി നോക്കും. പക്ഷെ നിങ്ങളെ ജോലി എന്താണ്? നിങ്ങളെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യാൻ യോഗ്യരല്ല. മാറ്റും. ഒരു മയമില്ലാതെ യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങില്ല. അവരങ്ങനെയുള്ളവരെ പിരിച്ചുവിടും. ആരെ കൊണ്ടും ശുപാർശ ചെയ്യേണ്ട, നടക്കുകയില്ല. അവരുടെ ലിസ്റ്റ് തരാൻ ആരാണോ ഇത് പരിശീലനം നൽകിയിട്ടും പറയുന്നതനുസരിച്ച് ഇത് വൃത്തിയാക്കാൻ തയ്യാറാകാത്തത് അവരെ നമ്മൾ മാറ്റും. പിന്നെ KTDFC എന്ന സ്ഥാപനത്തിലാണ് ഈ കെട്ടിടം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ്. ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ്. ഇവിടെ രണ്ട് ചിറ്റമ്മയും വല്യമ്മയും ഇല്ല, ഒന്ന് തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, ഞാൻ ATO അടക്കമുള്ളവരോട് പറയാം, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ KTDFCയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗത്തോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സം ഉണ്ടാക്കിയാൽ നേരിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യുക. ആ കുഴപ്പം ഉണ്ടാക്കിയാൽ പിന്നുണ്ടാവില്ല. KTDFC ഞാൻ ആദ്യം മേലോട്ട് പോയിട്ട് വാടകയ്ക്ക് കൊടുത്തവരുടെ വാടക പിരിക്കട്ടെ, കടം കൊടുത്തവരുടെ പൈസ തിരിച്ചു പിടിക്കട്ടെ. അവരുടെ ജോലി അതാണ്. പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ചിറ്റമ്മയുടെ സെക്യൂരിറ്റിയും വല്യമ്മയുടെ സെക്യൂരിറ്റിയും ഇല്ല. ഞാൻ തീർത്ത് പറയാണ്, ഈ ബിൽഡിങ്ങിന് മുകളിലും താഴെയുമായിരിക്കുന്ന മുഴുവൻ KSRTC സെക്യൂരിറ്റിക്കാരും ഗതാഗത വകുപ്പിന്റെ സ്റ്റാഫാണ്. ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ ആ നിമിഷം ഒഴിവാക്കി മുഴുവൻ സെക്യൂരിറ്റിയും KSRTC നിർദ്ദേശിക്കുന്ന എക്സ് സർവീസ് മെന്നിനെ ഏൽപ്പിക്കും. അതുകൊണ്ട് അവരവര് കുഴപ്പമുണ്ടാക്കരുത്. ഇന്നലെ എനിക്ക് പരിചയമുള്ള ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായമുള്ള മകനാണ്, വണ്ടി ഓടിച്ചു വന്ന്. അവനെ പറയാനൊന്നും ബാക്കിയില്ല. ആളെ കണ്ടുപിടിക്കും, നടപടിയെടുക്കും, മര്യാദയോടെ പെരുമാറും. ആളുകളോട് കണ്ടക്ടറായാലും ഡ്രൈവറായാലും യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്ന് ആദ്യം മുതലേ പറയുന്നുണ്ട്. സെക്യൂരിറ്റിക്കാരോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആരെയും പരിചയമില്ല. കാരണം നിങ്ങൾ പലരും പട്ടണത്തിലേക്ക് പോയിട്ട് വന്നവരാണ്. നിങ്ങൾക്ക് മേജറേയും കേണലേയും മാത്രമേ അറിയാവൂ, ഞങ്ങളെ ആരെയും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരോടും മര്യാദയ്ക്ക് പെരുമാറും, വളരെ പൊളൈറ്റായിട്ട്. നിങ്ങൾ കമാൻഡർമാരോടും മേജർമാരോടും എങ്ങനെ പെരുമാറിയിരുന്നു അതുപോലെ മര്യാദയോടെയും സ്നേഹത്തോടെയും മാന്യമായിട്ടും പെരുമാറണം. ആളുകളെ ഹരാസ് ചെയ്യാൻ പാടില്ല. ജനങ്ങളോട് മോശമായി പെരുമാറാൻ പറ്റത്തില്ല. KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ വരുന്നവരോടും ജീവനക്കാരോടും മോശമായിട്ട് പെരുമാറാൻ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത് എല്ലാ ബസ് സ്റ്റേഷനിലും ജയിൽ ചെയ്ത് ചുവരുകളിൽ പോസ്റ്റ് ഒട്ടിക്കരുത്. ഞാൻ നേരത്തെയും പറഞ്ഞു, മന്ത്രിയുടെ പണം കണ്ടാലും വലിച്ചേരി കളഞ്ഞോളാൻ പറഞ്ഞു. KSRTCയിലെ മന്ത്രിയായ എന്റെ പണം വലിച്ചേരി കളഞ്ഞോളാൻ ഞാൻ മന്ത്രിയാ എന്റെ പണം ഒട്ടിച്ചാൽ വലിച്ചേരി കളഞ്ഞോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ എന്നെ നിർത്തിക്കൊണ്ട് വഴിയെ പോകുന്നവരെല്ലാം ഇത് ഒട്ടിക്കുന്ന മര്യാദയാണ്. ഇത് വൃത്തിയാക്കി എടുക്കണ്ടേ? കാരണം ഈ ചോര ഈ തൂണ് തന്നെ എടുക്കാം. അതിനകത്ത് എന്തെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് അതിന്റെ ഒരു ഗതിയും നോക്കി. ഇന്നിപ്പോ ഞാൻ വരുന്നുണ്ട് അത് വൃത്തിയിളക്കിയെന്ന് തോന്നുന്നു. അത് ഒന്ന് ആലോചിക്കൂ. അതിന്റെ മേളിൽ ചെലന്തി വില. ഇവിടെ CLRക്ക് എന്താണ് പണി? അതിന്റെ മേളിൽ ഒരു കമ്പിന്റെ അടുത്ത് ഒരു ശൂല് കെട്ടി ആ ചെലന്തി വില അടിച്ചു കളഞ്ഞൂടെ? ഞാൻ പറഞ്ഞോ ഇനി അടിക്കാൻ? ഞാൻ മഴ ഒന്ന് അടിച്ചു കളിച്ചാലാം. കാരണം ഇന്നാ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക. അല്ലാത്ത CLR എല്ലാം നാളെ രാവിലെ പറഞ്ഞു വിട്ടേക്കും. വേറെ കാര്യമൊന്നുമില്ല. അതിനെ ശിവാർജയം കൊണ്ടാലും വരെയും വേണ്ട, നടക്കത്തുമില്ല. വേറെ ആളെ വയ്ക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുത്താൽ പോലെ അത് ആ ജോലി ചെയ്യാൻ അന്തസ്സായി ഈ ജോലി ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. യാതൊരു രാഷ്ട്രീയവും പാടില്ല. ആരാണോ ജോലി ചെയ്യാൻ തയ്യാറുള്ള അവർക്ക് ജോലി കൊടുക്കുക, അല്ലാത്തവരെ പറഞ്ഞു വിട്ടേക്കുക. ഇതൊക്കെ നല്ല ടൈൽസ് ഒട്ടിച്ച് നല്ല വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ്. അതൊക്കെ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഒരു കാരണവശാലും വെച്ചേക്കുന്നത്. ആ തൂണെല്ലാം ATO കണ്ടല്ലോ. ATO ഹലോ, ഇങ്ങോട്ട് നോക്ക്. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ മറ്റന്നാ കാണാൻ വരും തിങ്കളാഴ്ച. എല്ലാം നല്ല ഒരു അഴുക്കൽ ചിക്കറും എല്ലാം വെള്ളം നനച്ച് വെച്ചിട്ട് ഈ പോസ്റ്റ് എല്ലാം കഴുകി മാറ്റാൻ പറഞ്ഞു. സെക്യൂരിറ്റിയൊക്കെ നിയമിച്ച് തരും, കുഴപ്പമൊന്നുമില്ല. സെക്യൂരിറ്റിയൊക്കെ അതൊക്കെ MD പറഞ്ഞാൽ ഇപ്പൊ നിന്ന് ചെയ്തു തരും. പിന്നെന്താ? അതുകൊണ്ട് അതൊക്കെ ചെയ്തു തരും. നിങ്ങൾ അതിന്റെ പ്രശ്നമല്ല. ഈ CLR ഈ തൂണൊക്കെ ഒരു സെക്യൂരിറ്റി അല്ല. ഈ തൂണിൽ പോസ്റ്റ് ഒട്ടിച്ചാൽ ഇളക്കി കളയേണ്ടത് CLR ചുമതല അല്ലേ? ആണല്ലേ? സെക്യൂരിറ്റിയുടെ ചുമതലയല്ല. ഒട്ടിക്കരുതെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് നടക്കുന്നത്. അത് KSRTCയിൽ വ്യാപകമായി ചെയ്യുമ്പോൾ നല്ലൊരു മനോഹാരിത ഉണ്ടാകും. ഞാൻ അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ തൂണുകളിലൊക്കെ പിടിപ്പിക്കാവുന്ന എന്തെങ്കിലും ചെടിച്ചട്ടി പോലെയൊക്കെ വെച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ ഈ തൂണിലൊക്കെ വെച്ചിട്ട് ബ്യൂട്ടിഫിക്കേഷനിലേക്ക് നീങ്ങണം എന്ന് പറയണം. ഇപ്പൊ ചെയ്യുന്ന കൂടാതെ അത് വെള്ളം ഒഴിക്കാൻ ഇവിടെ CLR അടുത്ത് ഏർപ്പാട് ചെയ്യണം. എല്ലാ ദിവസവും അവർക്ക് അവരൊക്കെ സർക്കാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്, വരാൻ പറ്റത്തില്ല. അവരത് ആഴ്ചയിൽ ഒരിക്കലും മോണിറ്റർ ചെയ്തോളും. വെള്ളമൊക്കെ ഒഴിപ്പിക്കണം. അത് ATOയുടെ ചുമതലയാ. ഞാൻ കേട്ടില്ല, അപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. കേട്ടല്ലേ?
പറഞ്ഞു അങ്ങോട്ട് നോക്കിയിരിക്കാൻ അപ്പൊ സാർ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കേട്ടോണ്ട് ഇപ്പോൾ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. KTDC ആൾക്കാരോട് പറയുക, വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം. മേജറോടും കേണലോടും ഒക്കെ എങ്ങനെ സംസാരിച്ചിരുന്നു അതുപോലെ പാവപ്പെട്ട മനുഷ്യരോട് സംസാരിക്കണം. അല്ലാതെ മേജറും കേണലേയും മാത്രമേ ഞാൻ സല്യൂട്ട് അടിക്കൂ എന്ന വാശി ഇനി വേണ്ട. നമ്മളിപ്പം KSRTCയിലാണ് ജോലി ചെയ്യുന്നത്, KTDCയുടെ ആണെന്ന് പറഞ്ഞ് ഇത് രണ്ടും നടപടിയെടുക്കേണ്ടത് ഒരാളാണ്. അതെടുക്കും എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നു. ഞാൻ ഇങ്ങനെയുള്ള ജനങ്ങളെ ഉപദ്രവിക്കുന്ന, ആളുകളെ അധിക്ഷേപിക്കുന്ന, സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന ഒരു നിലപാടും അംഗീകരിക്കത്തില്ല. അതിനുവേണ്ടി ആരും അതിന് ഇറങ്ങണ്ട. ഇവിടെ ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട്, ഇനി 2 നേഴ്സിനെ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്, ഫാർമസിസ്റ്റിനെ നിയമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്ക്, രക്തവും കാര്യങ്ങളും പരിശോധിക്കാനുള്ള ഒരു ക്ലിനിക്ക് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ടെക്നോളജി അവരുമായി ചേർന്നുകൊണ്ട് കിഴക്കേക്കോട്ടയിൽ KSRTC ജീവനക്കാർക്ക് തുച്ഛമായ ചെലവിൽ പരിശോധനകൾ നടത്താൻ കഴിയുന്ന ഒരു ലാബ് അടിയന്തരമായിട്ട് സ്ഥാപിക്കാൻ നിർദ്ദേശം കൊടുത്തു. സ്ഥലം കൊടുക്കാൻ MDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉടൻ അവരത് ആരംഭിക്കും. നമ്മൾ നല്ലൊരു സ്ഥലം കൊടുത്താൽ അവരൊരു സ്കാനിങ് സെന്റർ തുടങ്ങാം എന്ന് പറയുന്നുണ്ട്. അതിൽ KSRTC ജീവനക്കാർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വരും. ഡോക്ടർ ഓൺലൈനിൽ വരാൻ പോകും. ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഡ്രൈവർമാർക്കാണ്. അത് ഹൃദയാഘാതമാണ് ഏറ്റവും കൂടുതൽ, അല്ലേ? അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ആത്മഹത്യയാണ്. ഇത് പരിഹാരം കണ്ടേ പറ്റൂ. ആദ്യമായി ഒരു പദ്ധതി ഇപ്പൊ തന്നെ പറയുകയാണ്, ഡോക്ടറെ നിങ്ങൾക്ക് 2 മണിക്കൂർ ഓൺലൈനിൽ കിട്ടും. അത് അവരുടെ ഡ്യൂട്ടി അനുസരിച്ച് പറയണം. എല്ലാ ദിവസം രാവിലെ ഇരുന്നാൽ ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ട്, ഒരു ദിവസം രാവിലെ അങ്ങനെ വയ്ക്കണം. അങ്ങനെ വെച്ചിട്ട് ഡോക്ടറെ നിങ്ങൾ ഓൺലൈനിൽ കിട്ടും. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഡോക്ടറോട് സംസാരിക്കാം. അദ്ദേഹം അതിന് പ്രതിനിധി ഉണ്ടാക്കും. കേരളം മുഴുവൻ നിങ്ങളുടെ ജീവനക്കാരുടെ ആരോഗ്യം പരിശോധിക്കാൻ, നിങ്ങളുടെ ഹൃദയ സംബന്ധമായ പലകാരമുണ്ടോ, ECG അടക്കമുള്ള പരിശോധന നടത്തി അതിന് ഒരു പരിഹാരം കാണാൻ ഞങ്ങളൊരു വലിയ പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ്. എന്റെ മനസ്സിൽ മന്ത്രിയായി വന്ന ദിവസം തൊട്ടൊരു സ്വപ്നമാണ്. കോടിക്കണക്കിന് അതിന് ചെലവ് വരും. ഞാൻ ശ്രീ റജിയോടൊക്കെ അതിന്റെ കുറച്ച് സ്പോൺസർഷിപ്പ് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജീവനക്കാരുടെ ഈ മരണം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് KSRTC. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ജോലിഭാരം, ബുദ്ധിമുട്ടുകൾ എല്ലാം എനിക്കറിയാം. നിങ്ങൾ ശമ്പളം 2-3 ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ 5 മാസമായി ഇന്നലെയും ശമ്പളം കിട്ടി. 15-ാം തീയതി കൃത്യമായി ഒരുമിച്ച് ശമ്പളം തരുന്നു. ഇനി എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്ന ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് തന്ന നിർദ്ദേശം 1-ാം തീയതി ശമ്പളം നിങ്ങൾക്ക് തരണമെന്നാണ്. അത് തരും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല. എന്ത് വില കൊടുക്കും അത് തരും. അതിനുള്ള പൂർണ്ണ പിന്തുണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ നടപ്പിലാക്കും. ആശുപത്രി ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഡോക്ടർ വന്നു. നമ്മുടെ വണ്ടിയുമായിട്ട് ശബരിമലയിൽ പോയിരുന്നു. 160ഓളം ജീവനക്കാർക്ക്, 350 ജീവനക്കാർക്ക് ആ ഹോസ്പിറ്റൽ അവിടെ 2 ദിവസം കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പൊ KSRTC ഈ ഒരു പദ്ധതിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എന്റെ പ്രകൃതി എന്ന പരിസ്ഥിതി സംഘടനയ്ക്കും, അതുപോലെ തന്നെ ഇറാൻ ടാലന്റ് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരോട് റജിയോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ നന്ദി പറഞ്ഞിട്ട് ഇത്തരം നല്ല പദ്ധതികളുമായി ഇനിയും ആളുകൾ രംഗത്തേക്ക് വരണം. അത്തരം പദ്ധതികൾ KSRTCയുടെ വളർച്ചയ്ക്ക്, ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ റിസൾട്ട് തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണ്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വലിയ റിസൾട്ടായിരിക്കും. ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ KSRTC ജീവനക്കാർ മനസ്സിലാക്കണം. ഒരു വർഷം മുമ്പ് KSRTCയുടെ ഒരു മാസത്തെ നഷ്ടം 70 കോടിക്ക് മേളിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു മാസം നഷ്ടം കുറഞ്ഞ് 60-ൽ താഴെ, അതായത് 48-ലേക്ക് വരുന്നുണ്ട്. എല്ലാ ചെലവും കൺസോർഷ്യം ലോണും കൂടി അടച്ചതിന് ശേഷം നഷ്ടം കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു ശരാശരി ഒരു മാസം 9 മുതൽ 10 കോടി രൂപ വരെ നമ്മുടെ നഷ്ടം ഏറ്റവും മിനിമം. ചില മാസങ്ങളിൽ കയറി ഇറങ്ങി വരും, പക്ഷേ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത് ജീവനക്കാരുടെ സഹകരണവും നിങ്ങൾ ശേഖരിക്കുന്ന പണം ദുരുപയോഗം ചെയ്യില്ല എന്നുള്ള പ്രഖ്യാപനവുമാണ്. KSRTC ഒരു പണം, KSRTC ബെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. നിങ്ങൾ മനസ്സിലാണ്, KSRTCയുടെ ഒരു പൈസ എടുക്കുന്നില്ല. റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണത്തിനാണ് KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത്. ഇതുവരെ ഇന്നേ ദിവസം വരെ, ഇനി കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയ കണക്കനുസരിച്ച് KSRTCയിലെ ഡ്രൈവിംഗ് സ്കൂളിലെ ജീവനക്കാർക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന, KSRTC നിർദ്ദേശിക്കുന്ന ശമ്പളം വെച്ച് കണക്ക് കൂട്ടിയാൽ ഇതുവരെ പഠിച്ച കുട്ടികളുടെ എണ്ണം, പഠിക്കാൻ ചേർന്നതും പഠിച്ചിറങ്ങിയ 400. ലാഭം, KSRTCയിലെ ലാഭം 11.5 ലക്ഷം രൂപയാണ്. 6 മാസമായിട്ടില്ല. ഈ 1-ാം തീയതി കഴിയുമ്പോൾ കേരളത്തിലെ 13 സ്ഥലങ്ങളിൽ
KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കും. നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന നല്ല നിലവാരമുള്ള ലൈസൻസ് ഉള്ള കുട്ടികൾ പുറത്തിറങ്ങുന്നതോടൊപ്പം KSRTCക്ക് ഇതുവരെ എല്ലാം വണ്ടി വാങ്ങിയ പണം അടക്കം കൂട്ടിയിട്ട് ഇതുവരെയുള്ള ചെലവിൽ നിന്ന് ലാഭം 11.5 ലക്ഷം രൂപയാണ്. 13 എണ്ണം തുടങ്ങി കഴിയുമ്പോൾ അടുത്ത 6 മാസത്തിനുള്ളിൽ KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെ 1.5 കോടി രൂപ ലാഭം ഉണ്ടാകും. നമ്മളെല്ലാ ഡ്രൈവിംഗ് സ്കൂളും വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം KSRTC അധിക വരുമാനമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ചില മാറ്റങ്ങൾ വരുത്തി. 9ാം മാസത്തിൽ KSRTC എസ്റ്റേറ്റ് സെക്ഷനിൽ വലിയ മാറ്റം ഉണ്ടാക്കി. ആ മാറ്റത്തിന് ശേഷം KSRTC ഒരു മാസം ഏതാണ്ട് 1.5 കോടി രൂപ വാടക ഇനത്തിൽ കൂടുതലായി ശേഖരിക്കുന്നു. ഞാൻ ഇന്ന് ആ കണക്കുകൾ പരിശോധിച്ചു. 9ാം മാസം ഇപ്പോഴും പുതിയ കടകൾ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒഴിഞ്ഞു കിടന്നൊരു സ്ഥലമാണ്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കണ്ടു. ഇതിങ്ങനെ വെറുതെ ഇട്ടേക്കാതെ കൊടുക്കൂ എന്ന് എസ്റ്റേറ്റ് ഓഫീസറോട് പറഞ്ഞു. കൊടുത്തു. 3,85,000 രൂപ വാടകയ്ക്കാണ് ആ ഹോട്ടലിൽ പോയിരിക്കുന്നത്. രാത്രി അവിടുത്തെ ഇരുട്ടൊന്ന് മാറി കിട്ടി. KSRTCയിലെ മുഴുവൻ സ്ഥലങ്ങളും കൃത്യമായി ഉപയോഗിച്ച് നമ്മൾ കുറെ കാലമായി യൂണിയനുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് KSRTCയുടെ നഷ്ടം കുറച്ചു കൊണ്ടുവരും. നടത്തുന്ന പദ്ധതികളിൽ ജീവനക്കാർ നൽകുന്ന പിന്തുണ, നാട്ടുകാർ നൽകുന്ന പിന്തുണ, യാത്രക്കാർ നൽകുന്ന പിന്തുണ, അതിനെ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രകൃതി എന്റെ പ്രകൃതി എന്ന പ്രസ്ഥാനം ഇറാം ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് നടത്തുന്ന ഈ പദ്ധതി, ഈ പ്രകൃതി സംരക്ഷണ, ഈ ഹരിത ബസ് സ്റ്റേഷൻ എന്ന സങ്കല്പത്തിലൂടെ നടത്തുന്ന ഈ പദ്ധതി നിങ്ങളുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.